സ്പേസ് സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്. ISROയുടെ അണ്ടറിൽ വരുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സ്പേസ് ടെക്നോളജി ഒരു കോഴ്സായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചുമൊക്കെയുള്ള അതിരസകരമായ പഠനങ്ങൾ, എന്നാൽ ഏറ്റവും സാധ്യതകളും എന്നാൽ വളരെ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം വിജയിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്ന ഒരു മേഖല. ഈ ഫീൽഡിലാണ് ശരിക്ക് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത്. അവിടേക്ക് ആവശ്യമായ വെഹിക്കിൾ ഡിസൈൻ ചെയ്യുക, ഉപഗ്രഹങ്ങൾ ഡിസൈൻ ചെയ്യുക, റോക്കറ്റ്സുകൾ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരുന്നത്. എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ISROയിൽ സയൻറ്റിസ്റ്റ് ആവുക, നാസയിൽ സയൻറ്റിസ്റ്റ് ആവുക, അല്ലെങ്കിൽ അത്തരം തുടങ്ങിയ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനുകളിൽ പല രാജ്യങ്ങളുടെയും ഓർഗനൈസേഷനുകളൊക്കെ വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു മേഖലകളിലേക്ക് നമുക്ക് ഈ സ്പേസ് ടെക്നോളജിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. JEE എക്സാമിനേഷൻ എഴുതുകയോ, ഇനി അതല്ല ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ JAM എക്സാമിനേഷൻ എഴുതുകയോ, ജസ്റ്റ് പോലത്തെ എക്സാമിനേഷനൊക്കെ എഴുതിയിട്ടാണ് ഈ ഫീൽഡുകളിലേക്ക് നമുക്ക് പോകേണ്ടത്. കുറേ കൂടി ഹയർ ലെവലിൽ വരുന്നൊരു കോഴ്സ് തന്നെയാണ്. എന്നാൽ പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ജോബ് ഉണ്ടാക്കുക എന്നതിനേക്കാൾക്കും ഒക്കെ അപ്പുറത്തേക്ക് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ, ഒരു രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു മേഖലയാണ്. അവിടേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിയുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്.